തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. കൊലക്കേസ് പ്രതിയുടെ ജയിൽവാസം സർവീസായി പരിഗണിക്കാൻ നീക്കമെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ശിശുക്ഷേമ സമിതിയിലെ ചട്ടവിരുദ്ധ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? അതോടൊപ്പം ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീലക്ഷ്മി, ഇപ്പോൾ ബി.ജെ.പിയുടെ യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്ക് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകർ ഇപ്പോൾ ഇതിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ സംഭവം എന്ന് പറയുമ്പോൾ ഈ 2008 ഏപ്രിൽ മുതൽ 9 ഏപ്രിൽ വരെ ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരനായ CIT യൂണിയൻ സെക്രട്ടറിയും അതേപോലെ തന്നെ CPM-ന്റെ വഞ്ചിയൂര് പ്രാദേശിക നേതാവുമായ അജികുമാർ ഈ ജയിലിലായിരുന്നു. ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരൻ കൂടിയാണ്. 1999 അജികുമാർ ഈ ശിശുക്ഷേമ സമിതിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2008 CPM പ്രവർത്തകനായ വിഷ്ണു കൊലക്കേസിലെയും BJP പ്രവർത്തകൻ രഞ്ജിത്ത് കൊലക്കേസിലെയും പ്രതിയാണ് ഈ അജികുമാർ. ഇദ്ദേഹം ഈ 1 വർഷക്കാലം ജയിലിലായിരുന്നു. ഇതിനുശേഷം ഈ 1 വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് ശേഷം പുറത്തിറങ്ങി ഈ സർവീസിലെ ഇടവേള പ്രൊമോഷനെ ബാധിച്ചതോടെയാണ് അജികുമാർ ഈ പ്രൊമോഷനായുള്ള നീക്കങ്ങൾ തുടങ്ങി. അതിനുവേണ്ടി ജയിലിൽ കിടന്ന കാലയളവ് ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തേക്കാണ് ഇപ്പോൾ യുവമോർച്ച മാർച്ച് നടത്തുന്നത്.